അവിടുത്തെ യമൻ ആക്ടിവിസ്റ്റും ഒപ്പം തന്നെ ഈ തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയുമായിട്ടുള്ള സർഹാൻ ഷംസാൻ അൽ ബിസ്വാബി, അദ്ദേഹം എഫ് ബിയിൽ കുറിച്ച ചില കാര്യങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ എത്താം. ഷഹദ് തുടരുക. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി കൂടി ചെയ്യുന്നുണ്ട്. ബൽറാം, അതിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ടോ, ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് സുപ്രധാനമായ ചോദ്യം. ഇതിപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിലാണ് ഇത്തരത്തിൽ ഈ വധശിക്ഷ റദ്ദാക്കി അല്ലെങ്കിൽ റദ്ദാക്കാൻ ധാരണയായി എന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടിയത്. അതിപ്പോൾ മാധ്യമങ്ങൾക്ക് അവിടെ നിന്നാണ്, ഓഫീസിൽ നിന്നാണ് ലഭിക്കുന്നത്. നമുക്ക് ഔദ്യോഗികമായി രാജ്യത്തിന് അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ ബ്രീഫിംഗിൽ രൺധീർ ജയ്സ്വാൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ഇതുപോലെ കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല എന്നാണ് വിദേശകാര്യ വക്താവ് തന്നെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. ബൽറാം, പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ട ഔപചാരികമായ ഒരു ആശയവിനിമയം നടന്നതായി വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും സ്ഥിരീകരിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്നുള്ളത് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതലായും നടന്നിരിക്കുന്നത് അനൗപചാരിക മാർഗങ്ങളിലൂടെയുള്ള ചർച്ചകളാണ്. വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറ്റ് ഈ ഔപചാരികമായുള്ള ചർച്ചകൾക്ക് ഒപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളുടെ സഹായം, ഇതോടൊപ്പം തന്നെ രണ്ട് ഷെയ്ഖുമാരുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ളവ ഉള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഈ പ്രാദേശിക ഭരണകൂടവുമായും ഒപ്പം തന്നെ ഈ തലാലിന്റെ കുടുംബാംഗങ്ങളുമായും ചർച്ച നടത്തുന്നതിന് മറ്റ് മാർഗങ്ങൾ, നയതന്ത്ര ബന്ധത്തിലുപരിയായ മറ്റ് മാർഗങ്ങൾ ആശ്രയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. കാരണം പ്രധാനമായി ഈ ഇന്ത്യ ഒരു നയതന്ത്ര ബന്ധം നിലവിലില്ല. ഇന്ത്യക്ക് നിലവിൽ എംബസിയോ കോൺസുലേറ്റോ ഇല്ലാത്ത ഒരു രാജ്യമാണ് യമൻ എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനമായ ഒരു വിഷയമായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങളുടെയും സമാനമായി തന്നെ മറ്റ് ഈ നയതന്ത്ര പ്രതിനിധികളുടെയും സഹായം തേടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇതുവരെയും ഔപചാരികമായ ഒരു ആശയവിനിമയം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. നിമിഷപ്രിയയുടെ നേരത്തെ മരവിപ്പിച്ച വധശിക്ഷ അത് റദ്ദാക്കിയിരിക്കുന്നു. തുടർ ചർച്ചകൾക്കുള്ള അവസരങ്ങൾ ഇതോടെ ഉണ്ടായിരിക്കുകയാണ്. തുടർന്നുള്ള ചർച്ചകൾ അത് അനുകൂലമാകും എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ്, അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് നിമിഷപ്രിയ അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ നടന്ന ചർച്ചകൾ അത് ഗുണകരമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വിവരമില്ല എന്ന് അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എങ്കിൽ പോലും ആ നേരത്തെ വധശിക്ഷ മാറ്റിവെച്ചതായുള്ള വാർത്ത ആദ്യഘട്ടത്തിൽ തന്നെ ആ വിവരം പുറത്തുവിട്ടത് കാന്തപുരത്തിന്റെ മായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ്. സമാനമായി തന്നെയാണ് ഇക്കാര്യത്തിൽ വധശിക്ഷ റദ്ദാക്കിയതായുള്ള വിവരവും അത്തരത്തിൽ തന്നെയാണ് പുറത്തു വരുന്നത്. ഔപചാരികമായി ഈ വിഷയത്തിലുള്ള ഒരു ആശയവിനിമയം അത് വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുക. നിലവിൽ ഇപ്പോൾ ഔപചാരികമായ വിവരങ്ങളില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഔദ്യോഗികമായ അറിയിപ്പുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ ബൽറാം സൂചിപ്പിച്ചത്. ഷഹദ് റഹ്മാൻ തുടരുന്നുണ്ട്. ഷഹദ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം യമൻ ആക്ടിവിസ്റ്റിന്റെ ആ FB പോസ്റ്റിനെ കുറിച്ചാണ്. സർഹാൻ ഷംസാൻ അൽ ബിസ്വാബി FBയിൽ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ആ FB പോസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അറബിക്കിലുള്ള പോസ്റ്റിന്റെ ഒരു രത്ന ചുരുക്കം ഷഹദ്? ഇതിൽ തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും യമൻ ആക്ടിവിസ്റ്റുമായിട്ടുള്ള സർഹാൻ ഷംസാൻ അൽ ബിസ്വാബിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിന്റെ തർജ്ജമ ഇങ്ങനെയാണ്: മതപണ്ഡിതരുടെ ശക്തമായ ഇടപെടലിലൂടെ വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ജയിൽ മോചനമോ ജീവപര്യന്തമോ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് സർഹാൻ ഷംസാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ മുഖാന്തരമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ
ഈ കേസിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയത് എന്നും വധശിക്ഷ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ആ ഫേസ്ബുക്കിൽ പറയുന്നത്. അതായത് തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം നടത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ മതപണ്ഡിതരുടെയും ഒപ്പം തന്നെ സൂഫി പണ്ഡിതരുടെയും ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വധശിക്ഷ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഈ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഉള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജയിൽ മോചനം അല്ലെങ്കിൽ ജീവപര്യന്തം. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇനി തീരുമാനം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ആ വിഷയത്തിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ചർച്ച നടക്കേണ്ടതും. അതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഇനി ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു ചർച്ച നടക്കണം. നിലവിൽ എന്തായാലും വലിയൊരു ആശങ്ക ഇതിൽ നിലനിന്നിരുന്നത് ഈ വധശിക്ഷ എന്നുള്ളതായിരുന്നു. ആ വധശിക്ഷ എന്തായാലും പൂർണ്ണമായിട്ടും റദ്ദാക്കാൻ ഇപ്പോൾ ആ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏറെ ആശ്വാസകരമാണ് നമ്മെ സംബന്ധിച്ച്. ഇനി നമുക്ക് മുന്നിൽ ഇനി അവർക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് ജയിൽ മോചനമാണ്, അതല്ലെങ്കിൽ ജീവപര്യന്തമാണ്. ആ കാര്യത്തിൽ ഇനി കുറച്ചുകൂടി ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ആ ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരിക്കും ഇനി ആ കുടുംബം ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായിട്ടും തലാലിന്റെ അനന്തരാവകാശികൾ ഒപ്പം തന്നെ ഉപ്പ ഇവരുടെ സമ്മതമാണ് നമുക്ക് ഈ വിഷയത്തിൽ ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ ലീഗലായിട്ടും ആവശ്യമുള്ളത്. അപ്പോൾ അവരെ ഇനി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു കടമ്പ നമ്മൾ ഇപ്പോൾ കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ആദ്യഘട്ടത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.